നമസ്കാരം സർ. നമസ്കാരം. പ്രിയ പ്രേക്ഷകരെ, വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ലോകത്തേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിയൽ ലൈബ്രറിയൻ ഹാറൂൺ ഹുമൈൻ സാർ. സ്വാഗതം. സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലൈബ്രറിയിൽ എങ്ങനെയും പരിഹാരങ്ങളുണ്ടോ? ലൈബ്രറി തീർച്ചയായും ലൈബ്രറി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ മാനസികോല്ലാസം വർദ്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിങ്ങൾക്ക് ആ സ്ഥലത്തെ ജനങ്ങൾക്ക് ഒത്തുകൂടുവാനുള്ള ഒരു ഏരിയ കൂടിയാണ്. അവിടെ പലതരത്തിലുള്ള പുസ്തക ചർച്ചകളും സാഹിത്യ ചർച്ചകളും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള പലതരം മത്സരങ്ങളും മറ്റും നമ്മുടെ ലൈബ്രറിയിൽ സാധാരണയായിട്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വിദ്യ നേടുവാനുള്ള ഒരു വലിയ അവസരമാണ് ലൈബ്രറിയിലൂടെ ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏതെല്ലാം തരം ബുക്കുകൾ ലൈബ്രറി ഉണ്ടാവും? ഒരു ലൈബ്രറിയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ നോവലുകളും കഥകളും മാത്രമല്ല, ആത്മകഥകളും അതുപോലെ യാത്രാ വിവരണങ്ങളും എൻസൈക്ലോപീഡിയകളും വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലൈബ്രറിയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള വെബ്സൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോഴുള്ള ലൈബ്രറികൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഇലക്ട്രോണിക് ജേർണലുകൾ വരെ ഇപ്പോൾ ലൈബ്രറിയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകമാണ്. അപ്പോൾ ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ലൈബ്രറിയെ ആക്സസ് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഇന്ന് ലൈബ്രറിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ലോകത്ത് എവിടെയും നമുക്ക് ലൈബ്രറി ഇതാക്കാം. അപ്പോൾ അതിനുവേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ എവിടെ നമുക്ക് കിട്ടാൻ പറ്റും? സാധാരണ ഒരു ലൈബ്രറിയോട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഭ്യമാകുന്ന ഇൻഫർമേഷൻ സോഴ്സുകളെ കുറിച്ച് ലൈബ്രറിയിൽ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ആവശ്യമുള്ള വെബ്സൈറ്റുകൾ അതുമായിട്ടുള്ള ലിങ്കുകൾ എല്ലാം ലൈബ്രറിയിൽ അവർക്ക് നൽകുന്നതാണ്. മെമ്പർഷിപ്പ് നമ്മുടെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. നിങ്ങൾ ലൈബ്രറിയിലേക്ക് വരിക, ലൈബ്രറിയിലോട് ഒരു മെമ്പർഷിപ്പ് ഫോം ആവശ്യപ്പെടുക. അതിനകത്ത് നിങ്ങൾക്ക് ലൈബ്രറിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. കൂട്ടത്തിൽ ഒരു പക്ഷേ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റു തിരിച്ചറിയൽ കാർഡോ അതോടൊപ്പം നൽകേണ്ടി വരും. അത്രമാത്രമേ ഉള്ളൂ. വായനാശീലം വളർത്തുവാനായിട്ട് എന്തെങ്കിലും പുതിയ പ്രോഗ്രാമുകൾ എന്തെങ്കിലും? വായനാശീലം വളർത്താൻ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പലപ്പോഴും നാട്ടിലറിയപ്പെടുന്ന എഴുത്തുകാരെ ഞങ്ങൾ ലൈബ്രറിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെയും നമ്മുടെ ലൈബ്രറിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരോടൊപ്പമുള്ള പുസ്തക ചർച്ചകൾ, സാഹിത്യ സംവാദങ്ങൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നടത്തുന്നു. മാത്രമല്ല, കുട്ടികൾക്ക് ലൈബ്രറിയുമായിട്ട് അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് ചിത്രരചനാ മത്സരങ്ങൾ, സാഹിത്യ മത്സരങ്ങൾ, ഉപന്യാസ മത്സരങ്ങൾ തുടങ്ങിയവ ഞങ്ങൾ ചില സമയങ്ങളിലെല്ലാം നടത്തിക്കൊണ്ട് കുട്ടികളുടെ, പ്രത്യേകിച്ചും അവരുടെ അവധിക്കാലങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ നടത്താറുള്ളത്. ആ സമയത്ത് കുട്ടികൾക്ക് ലൈബ്രറിയിൽ വന്ന് അവരുടെ ആ സമയം സോഷ്യൽ മീഡിയകളിൽ നിന്ന് അവരെ വേർതിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ലൈബ്രറിയിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ഞങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു സർ. വളരെ സന്തോഷം. ഏതായാലും നിങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്